ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എങ്ങനെയാണ് ചിത്രങ്ങളെ കാണുന്നതെന്നും അവയെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള വളരെ രസകരമായ ഒരു യാത്രയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, തൃശൂർ പൂരത്തിന്റെ അവിശ്വസനീയമായ ഒരു ഫോട്ടോ നമ്മൾ ഫോണിലെടുക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഫോൺ അതിലെ ആനകളെയും ആളുകളുടെ മുഖങ്ങളുമൊക്കെ കൃത്യമായി തിരിച്ചറിയുന്നു. ശരിക്കും ഒരു മാജിക് പോലെയല്ലേ? കാരണം നമ്മുടെ ഫോണിനുള്ളിലെ ചിപ്പിന് നമ്മുടേതുപോലെ ജീവനുള്ള കണ്ണുകളില്ലല്ലോ. പിന്നെ അതെങ്ങനെയാണിതെല്ലാം കൃത്യമായി കാണുന്നത്? അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ നമുക്ക് ഈ റോഡ് മാപ്പിലൂടെ ഒന്ന് വേഗത്തിൽ സഞ്ചരിക്കാം. 1. കാഴ്ചയുടെ മിഥ്യ. 2. ഡിജിറ്റൽ പിക്സലുകൾ. 3. RGB നിറങ്ങളുടെ കൂട്ട്. 4. ടെൻസർ എന്ന് വിളിക്കുന്ന നമ്പർ ക്യൂബ്. 5. AI കാഴ്ചയിലെ ചില തെറ്റിദ്ധാരണകൾ. ഒടുവിൽ 6. ഇതിൻ്റെയൊക്കെ ഭാവി. ഒരു പൂർണ്ണ രൂപത്തിലുള്ള ചിത്രത്തിൽ തുടങ്ങി AI ഉപയോഗിക്കുന്ന കൃത്യമായ നമ്പറുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നതെന്ന് ഇത് നമ്മെ കാണിക്കും. 1 ഭാഗം കാഴ്ചയുടെ മിഥ്യ, അതായത് പ്രകാശത്തെ ഗണിതമാക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ, മനുഷ്യന്റെ കണ്ണുകൾ പ്രകാശത്തെ കാണുന്നതുപോലെയല്ല കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾ കാണുന്നത്. അതുകൊണ്ടുതന്നെ പ്രകാശത്തെ ഗണിതമാക്കി മാറ്റാനുള്ളൊരു വഴി എഞ്ചിനീയർമാർക്ക് കണ്ടെത്തേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ AI കാണുന്ന മനോഹരമായ ഏതു ഫോട്ടോയ്ക്ക് പിന്നിലും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സംഖ്യകളുടെ കൂട്ടം മാത്രമാണുള്ളത്. അതെ, വെറും സാധാരണ നമ്പറുകൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഡിജിറ്റൽ പിക്സലുകൾ, ഒരു ചിത്രത്തിന്റെ ഏറ്റവും ചെറിയ അടിസ്ഥാനം. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള വലിയ ചുമർ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അടുത്തു ചെന്ന് നോക്കിയാൽ അതിലെ ചെറിയ ചെറിയ വരകളും പുള്ളികളും നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ചിത്രങ്ങളും. ഒരു സാധാരണ 12 മെഗാപിക്സൽ ഫോട്ടോ എടുത്താൽ, മെഗാ എന്നാൽ ദശലക്ഷം എന്നാണല്ലോ അർത്ഥം. അതായത് ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ ഫോൺ ഒപ്പിയെടുക്കുന്നത് 1,20,00,000 ചെറിയ നിറമുള്ള ചതുരങ്ങളെയാണ്. ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നില്ലേ? നമ്മൾ ഈ പറഞ്ഞ ഓരോ ചെറിയ ചതുരത്തെയും നമ്മൾ പിക്സൽ എന്നാണ് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ വിഷന്റെ മാന്ത്രികത എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ പിക്സലിനെക്കുറിച്ച് നമ്മൾ ആദ്യം കൃത്യമായി പഠിക്കണം. 3 ഭാഗം RGB നിറങ്ങളുടെ കൂട്ട്, അതായത് സംഖ്യകളുടെ ഒരു അടിപൊളി മിശ്രിതം. ഇനി നമുക്ക് ആ ഒരൊറ്റ പിക്സൽ തുറന്ന് അതിനുള്ളിൽ എന്താണെന്ന് നോക്കാം. ഒരു കഥകളി കലാകാരൻ മുഖത്തെഴുത്തിനായി കൃത്യമായ അളവിൽ ചായങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പോലെയാണിത്. സത്യത്തിൽ ലോകത്തുള്ള ഏത് നിറവും ചുവപ്പ്, പച്ച, നീല, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ 3 നിറങ്ങളുടെ ഒരു പാചകക്കുറിപ്പ് മാത്രമാണ്. ഇതിൽ ഓരോ നിറത്തിനും 0 മുതൽ 255 വരെയുള്ള ഓരോ നമ്പറാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് നമുക്ക് വേണ്ട നിറം കിട്ടുന്നത്. 4 ഭാഗം ടെൻസറുകൾ അഥവാ സംഖ്യാചതുരം. AIക്ക് വേണ്ടി നിറങ്ങളെ അടുക്കിവെക്കുന്ന രീതിയാണിത്. നമ്മളിപ്പോൾ കണ്ട ഈ ദശലക്ഷക്കണക്കിന് നിറങ്ങളുടെ പാചകക്കുറിപ്പുകളെ AIയുടെ തലച്ചോറിന് ഒരേ സമയം വേഗത്തിൽ വായിക്കാൻ പാകത്തിൽ അടുക്കിവെക്കേണ്ടതുണ്ട്. ഇതൊരു 3 അറകളുള്ള ഫയലിംഗ് ക്യാബിനറ്റ് പോലെയാണെന്ന് വിചാരിക്കുക. ചുവപ്പ് നിറത്തിന് ഒരറ, പച്ചയ്ക്ക് മറ്റൊന്ന്, നീലയ്ക്ക് വേറൊന്ന്. ഇവയെല്ലാം കൂടി ഒന്നിനു മുകളിലൊന്നായി വളരെ കൃത്യമായി അടുക്കിവെച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഷയിൽ ഇങ്ങനെ നമ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഈ ത്രിമാന രൂപത്തെ നമ്മൾ ടെൻസർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിലെ ആളുകളെ തിരിച്ചറിയാൻ നിങ്ങളുടെ ഫോണിന്റെ പ്രോസസ്സർ ഉപയോഗിക്കുന്നത് കൃത്യമായും ഈയൊരു സംഖ്യാചതുരത്തെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, AI ഈ ടെൻസറിനെ വായിക്കുന്നതിന് മുൻപ് തന്നെ എഞ്ചിനീയർമാർ ഇതിനെ ഒരു കൃത്യമായ 3 ഘട്ട പ്രക്രിയയിലൂടെ കടത്തിവിടുന്നുണ്ട്. ആ 0 മുതൽ 255 വരെയുള്ള വലിയ സംഖ്യകളെ അവർ 0നും 1നും ഇടയിലുള്ള ചെറിയ ദശാംശങ്ങളാക്കി മാറ്റുന്നു. എന്തിനാണെന്നല്ലേ? ഗണിതക്രിയകൾ വളരെ എളുപ്പത്തിലും സ്മൂത്തായി നടക്കാൻ വേണ്ടിയാണത്. 5 ഭാഗം AI കാഴ്ചയിലെ മിഥ്യകൾ. ചില വലിയ തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താം. ഒരു ചിത്രം മെഷീൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, അങ്ങനെയെങ്കിൽ AI എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്കൊന്ന് മാറ്റാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ AI ഒരു ആനയെ ഒരു മൃഗമായിട്ടോ രൂപമായിട്ടോ ഒന്നും കാണുന്നില്ല. പകരം ആന എന്ന വാക്കുമായി ബന്ധപ്പെടുത്തി അതിന് നേരത്തെ പരിശീലനം നൽകിയിട്ടുള്ള കുറേ നമ്പറുകളുടെ പാറ്റേൺ അത് തിരിച്ചറിയുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, നിങ്ങളുടെ ഫോണിൽ വലിയ ക്യാമറ സെൻസർ ഉണ്ടെങ്കിൽ, അതായത് കൂടുതൽ മെഗാപിക്സൽ ഉണ്ടെങ്കിൽ AI കൂടുതൽ സ്മാർട്ടാകുമെന്ന് നമ്മൾ കരുതിയേക്കാം. എന്നാൽ അതാണ് യാഥാർത്ഥ്യമെന്ന് കരുതരുത്. കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങളുടെ ആ വലിയ ഫോട്ടോയെ അത് 224x224 പിക്സലുകളുള്ള വളരെ ചെറിയൊരു ചതുരമാക്കി ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എക്സ്റേ പോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഡിക്കൽ സ്കാനുകളുടെ കാര്യമെടുക്കാം. അവിടെയും AI ഇതേ ടെൻസറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്.
പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അവിടെ RGB നിറങ്ങൾക്ക് പകരം വെളിച്ചം അളക്കാനുള്ള ഒരൊറ്റ അറ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ ജോലിഭാരം അവിടെ വലിയ രീതിയിൽ കുറയുന്നു. ഇനി അവസാനത്തെ ഭാഗം, 6ാം ഭാഗം, AI കാഴ്ചയുടെ ഭാവി, വിഷൻ ട്രാൻസ്ഫോമറുകളുടെ കടന്നുവരവ്. പിക്സലുകളെക്കുറിച്ചും ടെൻസറുകളെക്കുറിച്ചും നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി AI ഈ നമ്പറുകളെ വായിക്കുന്ന രീതിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പുതിയ AI മോഡലുകൾ ചെയ്യുന്നതെന്താണെന്നാൽ അവ ചിത്രങ്ങളെ 16x16 ചതുരങ്ങളുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എന്നിട്ട് ആ സംഖ്യകളെ നമ്മളൊരു വാചകത്തിലെ വാക്കുകൾ വായിക്കുന്നതുപോലെ തന്നെ വളരെ അനായാസം വായിച്ചെടുക്കുന്നു. സാങ്കേതികവിദ്യ എത്ര വേഗത്തിലാണ് മാറുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്ലെയിനറിൽ നിന്ന് നമ്മൾ പ്രധാനമായും ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം. ഒന്നാമതായി, ചിത്രങ്ങൾ എന്നത് ദശലക്ഷക്കണക്കിന് ചെറിയ പിക്സലുകൾ ചേർന്ന ഒരു ഡിജിറ്റൽ മൊസൈക്കാണ്. രണ്ടാമതായി, അതിലെ നിറങ്ങളെന്നാൽ വെറും സംഖ്യകളുടെ പാചകക്കുറിപ്പുകളാണ്. മൂന്നാമതായി, AI സിസ്റ്റങ്ങൾ എന്നത് ഈ സംഖ്യകളുടെ ത്രിമാന രൂപങ്ങളെ, അതായത് ടെൻസറുകളെ അതിവേഗം വിശകലനം ചെയ്ത് പാറ്റേണുകൾ കണ്ടെത്തുന്ന വലിയ കാൽക്കുലേറ്ററുകൾ മാത്രമാണ്. അവസാനമായി, ചിന്തിക്കാൻ വളരെ രസകരമായൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചിത്രം എന്നത് വെറും നമ്പറുകളുടെ കൂട്ടമാണെന്നിപ്പോൾ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ വെറും ദശലക്ഷക്കണക്കിന് ഗുണനക്രിയകൾ മാത്രം ഉപയോഗിച്ച് ഒരു പൂച്ചയെ തിരിച്ചറിയാനോ ക്യാൻസർ ട്യൂമർ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു ഭാഷ വായിക്കാനോ AI ശരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത്? ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വിശകലനത്തിൽ കാണാം. അതുവരേക്കും നന്ദി.